ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിനു ശേഷം 75 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ വർഷത്തെ അംബേദ്കർ സ്മരണയിൽ നമ്മൾ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ തന്നെ പലതും മാർജിനലൈസ് ചെയ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാറുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ 75 വർഷം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു വിഷയമാണ്, ഒരാശയമാണ് ഭരണഘടനാ നൈതികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഇതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിച്ച് തുടങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 75 വർഷം നമ്മുടെ ചർച്ചകളിൽ ഭരണഘടനാ നൈതികത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതേ ഇല്ല. ഞാൻ ഇടപെട്ടിട്ടുള്ള പല ജഡ്ജസും അവർക്കിതൊരു വിഷയമേ അല്ല. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഇതൊരു വിഷയമേ അല്ല. ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ കോർ മൂല്യങ്ങളായി നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 പരികൽപ്പനകൾ മുൻപോട്ട് വെച്ചത് അത് നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നേയില്ല. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം ഒരു ജഡ്ജിയുമായി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജാണ് സംസാരിക്കുമ്പോൾ ഭരണഘടനാ നൈതികതയെക്കുറിച്ചല്ലേ, അത് ഓക്കെ, നമുക്കത് ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് കോംപ്രമൈസബിൾ എന്നതാണ് നിലപാട്. നമ്മുടെ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ 75 വർഷത്തെ വിധികൾ നോക്കിയാലും നമുക്ക് എങ്ങും തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നടപടിയും കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന മേഖലയും അജണ്ടയും. സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികളും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് സംസാരിക്കില്ല, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കില്ല. ഫലമോ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ തൊട്ട് പറയുന്ന അല്പം ഡേറ്റ ഷെയർ ചെയ്യാം, അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഭരണഘടനാ നൈതികത, ആ വാക്കിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതിലേക്ക് പിന്നീട് വരാം. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അത് ഉറക്കെ സംസാരിക്കേണ്ടുന്ന സമയം ആയിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ പ്രത്യേക കാരണം, പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടികളും അവരിലൂടെ വരുന്ന ജനപ്രതിനിധികളും നമ്മുടെ ജുഡീഷ്യറിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഭരണം കൈകാര്യം ചെയ്യുന്നത് ദൈനംദിനമായി അവരാണല്ലോ. കൂടാതെ ഏറ്റവും പ്രാധാന്യമായി നമ്മുടെ മീഡിയയും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സൈഡ് ലൈൻ ചെയ്ത് മാർജിനലൈസ് ചെയ്ത് തഴഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ 75 വർഷം. നമ്മൾ ഇന്ന് എന്തവസ്ഥയിൽ എത്തി നിൽക്കുന്നോ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ നൈതികത എന്ന വാക്ക് തന്നെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സബ്ജക്റ്റ് കൊടുത്തപ്പോൾ, നാഗേഷ് കൊടുത്തപ്പോൾ ചിലരോട് സൂചിപ്പിച്ചത് എന്താണ് ഈ വാക്ക്, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കാരണം ശബ്ദധാരാവലിയിൽ പോലും ഇതിൻ്റെ അർത്ഥമില്ല. നൈതികത, നീതി എന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്നൊരു വാക്ക് എന്ന നിലയിലായി നൈതികതയെ പെട്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനും വളരെ വളരെ അപ്പുറത്താണ് നൈതികത, ഭരണഘടനാ നൈതികത പ്രത്യേകിച്ച്. അതിന് മറ്റൊരു കാരണം, ഭാഷയ്ക്കും വാക്കുകൾക്കും അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരുപാട് ഭാഷയില്ലാതെ, വാക്കുകളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിലൂടെ ഓരോ വാക്കിനും ചില അർത്ഥവ്യാപ്തി വന്നു ചേരുന്നുണ്ട്. അങ്ങനെ ധാർമ്മികത, നൈതികതയ്ക്ക് പകരം ഞാൻ ധാർമ്മികത എന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ വേഗം മനസ്സിലാകുമായിരുന്നു, നമ്മൾ വളരെ കംഫർട്ടബിൾ ആകുമായിരുന്നു. പക്ഷെ ബോധപൂർവം ആ വാക്ക് ഉപയോഗിക്കാതിരുന്നതാണ്. അതിൻ്റെ കാരണം ധാർമ്മികത എന്ന വാക്കുമായി കൂടിച്ചേർന്ന അതിൽ നിന്നും ഇൻസെപ്പറബിളായി ഒരു മതകൽപ്പന അതിലുണ്ട്.
മതപരമായ ഒരു കണോട്ടേഷൻ ആ വാക്കിനകത്തുണ്ട്. നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് അതിനെ മാറ്റാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ധാർമ്മികതയെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മതവുമായി ഇൻസെപ്പറബിൾ ആണ്. ഇതിനും കാരണമുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യന്റെ സാംസ്കാരിക പരിണാമ ചരിത്രത്തിൽ ധാർമ്മികത രൂപീകരിച്ചതും ദീർഘനാൾ നിലനിർത്തിയിരുന്നതും മതങ്ങളായിരുന്നു. മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളിലും നമ്മൾ ഈ വാക്കുകൾ ആവർത്തിച്ച് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതുകൊണ്ട് ധാർമ്മികത എന്ന വാക്ക് വരുമ്പോൾ അത് ധർമ്മവും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ, ഹിന്ദിയിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ധാർമ്മികത എന്ന് പറയുന്നത് ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മതമാണ്. നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് വരുന്നുടനെ അങ്ങനെ ഡയറക്റ്റ് ഒരു ബന്ധമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുള്ള ഒരു അർത്ഥവ്യാപ്തി തീർച്ചയായിട്ടും മതവുമായി ചേർന്നാണ്. അതുകൊണ്ട് മതത്തിൽ നിന്നും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ള ഒരു മൂല്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികത ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു പുതിയ വാക്കിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നൈതികത ഉപയോഗിച്ചത്. ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ 75 വർഷം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയ, മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണിത്, ഭരണഘടന, നൈതികത. അതിലേക്ക് നേരിട്ട് പോകുന്നു. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഒരു യുക്തിപരമായ ഒരു വിശകലനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളെ കൃത്യമായി അളന്ന് തൂക്കി മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പുറകോട്ടുള്ള ഒരു നോട്ടമാണ്. എങ്കിലും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്തെന്നുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും സാധ്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണെന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും. പ്രധാനമായും ആധുനികത നമുക്ക് നമുക്ക് മനുഷ്യ രാശിക്ക് തന്നിട്ടുള്ള ഒരു റാഷണൽ, ഹ്യൂമനിസ്റ്റ് ആൻഡ് സെക്കുലർ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു റാഷണൽ, ഹ്യൂമനിസ്റ്റ് ആൻഡ് സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ അന്വേഷണം നടത്താൻ. അത് യുക്തിപരമായിരിക്കുകയും വേണം. അത് റാഷണൽ എന്ന അതിൽ ആ ഒരു വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തുമ്പോൾ, ഞാൻ വീണ്ടും ഊന്നി പറയുന്നു, 100% ചരിത്രത്തിൽ നടന്നിട്ടുള്ള, ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബലങ്ങളെയും അതേ രീതിയിൽ ഒപ്പിയെടുത്ത് ഒന്നും തന്നെ വിടാതെ ഉള്ള ഒരു വിശകലനം നടത്തുക പലപ്പോഴും ദുഷ്കരവും അസാധ്യവുമാണ്. എങ്കിലും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കാനുള്ളതാണ് ഇവിടെ നടത്തുന്ന ശ്രമം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വളരെ വേഗം മനസ്സിലാവും എന്നതിനാൽ ചരിത്രത്തെ നമ്മൾ ഒരു രേഖീയമായ രീതിയിലാണ് കാണുന്നത്. രേഖീയമാണ്. ഹിസ്റ്ററി ഈസ് ലീനിയർ, ബട്ട് ഹിസ്റ്ററി ഈസ് നെവർ ലീനിയർ. ചരിത്രം ലീനിയർ ആകാൻ കഴിയുകയില്ല. ലോകത്തെ പല ഭൂപ്രദേശങ്ങളിലെ പല ജീവിത രീതിയും ഭാഷയും സംസ്കാരവും വ്യത്യസ്തങ്ങളായ ആൾക്കാർ ജീവിച്ച് അവരാർജിച്ചെടുത്ത അനുഭവ സമ്പത്തുകൾ എന്ന് പറയുന്ന ഒന്നാകാൻ കഴിയുകയില്ല. അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് അടുക്കി വെച്ചിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് പലപ്പോഴും ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളുടെ ദിശ, അതിൻ്റെ ഡയറക്ഷൻ, എന്നിട്ട് അതിൻ്റെ ശക്തി, അതിൻ്റെ ഫോഴ്സ്, ഹൗ ഫോഴ്സ്ഫുൾ ഈസ് ദാറ്റ് ഫോഴ്സ്, അതിൻ്റെ ദിശയും ശക്തിയും അനുസരിച്ച് ചരിത്രം പലപ്പോഴും വർത്തുളമോ, അത് സർക്കുലർ ആവാം. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാതയ്ക്ക് സമാന്തരമായ മറ്റൊരു പാതയാവാം. ഇനി മറ്റു പലപ്പോഴും
സമാന്തരം ഒന്നും ആകാതെ, സർക്കുലറും ആവാതെ, ലീനിയറും ആവാതെ എന്തെങ്കിലുമൊക്കെ ആകാവുന്ന രീതിയിലാണ് ചരിത്രം നീങ്ങുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് കേരളത്തിലെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ നമ്മൾ ഇന്ന രീതിയിൽ ചരിത്രം നടക്കും എന്നുള്ള കൃത്യമായ രീതിയിൽ പ്രവചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ചരിത്രം നടക്കണം എന്ന യാതൊരു നിർബന്ധവും ഇല്ലെന്നുള്ളതാണ് നമ്മൾക്ക് ശരിയായ രീതിയിൽ ഒരു റാഷണൽ അപ്രോച്ചിലൂടെ ചരിത്രത്തിനെ നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കാണുന്നത്. അത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ബലങ്ങളുടെ രീതി ഇതാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ലീനിയറായി കാണാനുള്ള നമ്മുടെ ശ്രമം ഒരല്പം മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് സർക്കുലർ ആകാം. അതിന് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ ഞാൻ ഒരടി കാര്യം, ഞാൻ ഒരു പുരോഗമന വാദി എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഒരടി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഞാൻ ആ ഒരടി എനിക്ക് തിരിച്ചടിയും വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പുറകോട്ടടിക്കപ്പെട്ടു ആ ഒരടി. അപ്പം നെറ്റായി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഇല്ല. ഒരടി മുമ്പോട്ട് പോയപ്പോൾ ഒരടി പുറകോട്ട് പോയി. ഇനി മറ്റു ചില സന്ദർഭങ്ങളിൽ ഞാൻ 2 അടി മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചടി വരുന്നത് ഒരടി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെറ്റായി ഒരു പ്രോഗ്രസ് ഉണ്ട്. 1 feet ahead I have travel. ഇനി മറ്റു ചില സമയങ്ങളിൽ ഞാൻ ഒരടി മുമ്പോട്ട് പോകുമ്പോൾ 2 അടി എന്നെ പിന്നോട്ടടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ചരിത്രത്തിൽ പ്രോഗ്രസ് അല്ല, ഒരു റിഗ്രസ് ആണ് നടക്കുന്നത്, പുറകോട്ടടിക്കലാണ് നടക്കുന്നത്. ഇതെല്ലാം ചരിത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ഞാൻ ഇനി മുമ്പോട്ട് പോകുന്ന വിഷയത്തിൽ ഈ ഒരു അർത്ഥം കൂടെ വെച്ചിരിക്കണം. തീർച്ചയായിട്ടും ചരിത്രം ലീനിയർ അല്ല എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. മൂന്നാമതൊരു കാര്യം, മനുഷ്യൻ ഇടപെട്ട് ഉണ്ടാക്കുന്ന ഏതൊരു മാറ്റവും തിരിച്ചടിയില്ലാതെ പോകുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു മാറ്റവും നമ്മൾ കൊണ്ടുവന്നു, മനുഷ്യ ചരിത്രത്തിൽ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതിനെല്ലാം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഈ തിരിച്ചടികൾ വരുന്നത് തീർച്ചയായും ആ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട ശക്തികൾ അവർ പല രൂപത്തിലും ശക്തി ആർജിച്ച് തിരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. 1789 ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നപ്പോൾ തൊട്ടുപുറകിന് പിറ്റേ വർഷം തന്നെ വളരെ വയലൻ്റായ നിലയിൽ അതിനുള്ള തിരിച്ചടി ആ മൂവ്മെൻറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ പ്രക്രിയ, ഈ പുഷ് ആൻഡ് പുൾ, ഒരടി മുമ്പോട്ട് ഒരടി പുറകോട്ട്, 2 അടി മുമ്പോട്ട് അല്ല ഒരടി പുറകോട്ട് തുടങ്ങിയ ഈ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈനാമിക്സ് ഇത് 1798 വരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു വളരെ കോംപ്ലക്സ് ആയ ഫോഴ്സുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ വയലൻറ്റും റിഗ്രസീവുമായിട്ടുള്ള ഫാസിസം നെപ്പോളിയൻ്റെ രൂപത്തിൽ കടന്നു വരികയും ഫ്രാൻസിൽ സാമ്രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള ഏതൊരു പോക്കിനും തിരിച്ചടികൾ ഉണ്ടായിരുന്നു. ഇത് ഇറ്റലിയിലെ റിഫോർമേഷൻ മൂവ്മെൻറ്റ്സിനും ഉണ്ടായിരുന്നു. ഇനിയും ഒറ്റ വാക്കിൽ നമുക്ക് വേഗം മനസ്സിലാവാൻ, ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു വർഗീയ തിരിച്ചടി ശരിക്കും ഇന്ത്യയിലുണ്ടായ നവോത്ഥാന പ്രക്രിയകളുടെ ഒരു തിരിച്ചടിയായിട്ടാണ് വന്നത്. RSS 1925 രൂപപ്പെടുത്തിയത് തന്നെ ശരിക്കും നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിൽ വന്ന അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കും എന്നും മനസ്സിലാക്കി ഏതാണ്ട് 100 വർഷക്കാലം ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് നമുക്കൊരു വളരെ സ്ട്രോങ് ആയ സംഘടനയുടെ ആവശ്യമുണ്ടെന്നും അങ്ങനെ 1925 RSS സ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. 1800 ഏതാണ്ട് ഇന്ത്യയിൽ നവോത്ഥാന മൂല്യങ്ങൾ ഇന്ത്യയിൽ പല പ്രോവിൻസുകളിൽ വന്നു കഴിഞ്ഞു. ഏതാണ്ട് 125 വർഷം പല രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഹിന്ദു വർഗീയത നടത്തിയിട്ടും അവർക്ക് നവോത്ഥാന മൂല്യങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലും നവോത്ഥാന മൂല്യങ്ങൾ വളരെ വേഗത്തിൽ വേരുപിടിക്കുന്നതായിട്ട് കണ്ടു.
ഇത് ഞങ്ങൾ തങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിന് പ്രശ്നമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് അവരെ പരമാവധി ശ്രമിച്ചു. വ്യക്തികൾ ആയിട്ടുള്ള അവരുടെ, പ്രത്യേകിച്ച് അവർക്ക് വളരെ സോഷ്യൽ ക്യാപിറ്റൽ വളരെ കൂടുതലുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യൻ ബ്രാഹ്മൺസ്. സോ ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ അറിവും സ്കില്ലും വിഭവങ്ങളും എല്ലാമുള്ള ഒരു ഗ്രൂപ്പ്. അവരുടെ ഏതാണ്ട് 100-125 വർഷത്തുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നവോത്ഥാനത്തിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അടുത്താണ് RSSന്റെ ജനനം. നമുക്കൊരു സംഘടനാ രൂപം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ വായിച്ച് മനസ്സിലാവുന്നത്. അപ്പം ഇതൊരു പ്രധാന കാര്യമാണ്. അതായത് ഈ തിരിച്ചടികൾ എപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മളിപ്പം ഏറ്റവും എന്താണ് ഒരു 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 നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ്, ചരിത്രാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതുപോലെയുള്ള ഒരു കൗണ്ടർ റെവല്യൂഷനാണ്. ഇറ്റ് വാസ് എ റെവല്യൂഷൻ, എ കൗണ്ടർ റെവല്യൂഷൻ എഗൻസ്റ്റ് ദ റിനേസൻസ് റെവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നടത്തുന്നത് തീർച്ചയായിട്ടും ഈ റെവല്യൂഷൻ്റെ ഇരകളായിരിക്കുന്നെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വലിയ അളവ് വരെ ആയിരിക്കാം, യുക്തിപരമായി നോക്കുമ്പോൾ അവർ ഇരകളാണ്. കാരണം ആളിതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാരവും വിഭവങ്ങളും എല്ലാം കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. ആ നിലയിൽ അവരുടെ സംഘടിത രൂപമാണ് ഇത്തരത്തിലുള്ള ഒരു കൗണ്ടർ റെവല്യൂഷൻ ഇന്ത്യയിൽ തുടങ്ങിയതും ഇന്ന് ഇത്രമാത്രം വിജയകരമായി അവർ മുന്നേറുന്നത്. ഇനിയും ഞാൻ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് വിഷയം. അതിലേക്ക് അതിൻ്റെ പല മാനങ്ങളിലേക്കും പോകേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നവംബർ 26 ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എന്താണ് പറയുന്നത്, അതോറിറ്റി എന്ന നിലയിൽ ഇന്ത്യൻ സുപ്രീം കോടതി, പ്രത്യേകിച്ച് പുതിയ ചീഫ് ജസ്റ്റിസ് ഓർഗനൈസ് ചെയ്ത ഫംഗ്ഷനിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജുവിനെയും മറ്റെല്ലാവരെയും പോലെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് വളരെ സൗമ്യമായി, വളരെ ഡിപ്ലോമാറ്റിക്കലി പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പുള്ളി ഒരു പ്രസ് റിലീസായി ഇറക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരുന്ന പ്രധാന കാര്യം ഞാനൊന്ന് ചൂടെ ചേർക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ വർത്തമാനകാല അവസ്ഥയെ സമ്മപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു ആ പിക്ചർ. ഇന്ത്യൻ ഭരണഘടനയെ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഒരു കൂട്ടം വഞ്ചകരായ ഭരണാധികാരികൾ തരം താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നതാണ്. നമുക്ക് യോജിക്കാവുന്ന ഒരു പ്രസ്താവമാണ്. സാർവത്രികമായി പട്ടിണി എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ട് എന്ന് തെറ്റിദ്ധാരണ കൊടുക്കുന്നു. ശരിയല്ലേ? നമുക്കെല്ലാം ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശം തരുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ തരുന്നുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. ശരിക്കും പട്ടിണി പ്രത്യേകിച്ച് 80% വരുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി അവർക്ക് എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള എല്ലാ ആർട്ടിക്കിൾസും എല്ലാവർക്കും സമത്വം ഒരു മൗലിക അവകാശമായി പറയുന്നു. കൂടാതെ ആർട്ടിക്കിൾ 38(2) അസമത്വം ഇല്ലാതാക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഊന്നിപ്പറയുന്നു. ഇതും കൂടാതെ ആർട്ടിക്കിൾ 39(c) സമ്പത്തിൻ്റെ കുത്തക ഒഴിവാക്കാൻ സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. എന്നാൽ ഫലത്തിലോ ജനസംഖ്യയിലെ ഏറ്റവും മുകളിൽ 10% ആൾക്കാർ ഏറ്റവും താഴെ തട്ടിലുള്ള 50% ആൾക്കാരുടെ തുല്യമായ സമ്പത്ത്
അനുഭവിക്കുന്നു. ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കണക്ക് ജസ്റ്റിസ് കഡ്ജുവിൻ്റെ കണക്കിൽ നിന്ന് അല്പം മാറുന്നു. മുൻ ഹിന്ദു റൂറൽ സബ് എഡിറ്റർ സായിനാഥ് ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കണക്കാണ്. 1991 നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ തുടങ്ങിയ കാലം, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയം, ഇന്ത്യയിൽ ബില്യനേഴ്സിൻ്റെ എണ്ണം 0 ആണ്, 0 എന്നാൽ 2024 ഡിസംബർ അത് 217 കുതിച്ചുയർന്നു. സായിനാഥ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദ ഒബ്സീനിറ്റി ഓഫ് വെൽത്ത് എന്നാണ്. ഇന്ത്യ ഒരു പട്ടിണി രാജ്യമാണ്, പാവപ്പെട്ട രാജ്യമാണെന്ന് പറയുന്നതിന് നേരെ വിപരീതമായി ഇന്ത്യയിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതാണ്. 217 ബില്യനേഴ്സിനെ സംഭാവന ചെയ്തുകൊണ്ട് 2014 ഡിസംബറിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നു. ലോക രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഉള്ള രാജ്യമായി മുൻപിൽ നിൽക്കുന്നു. രണ്ടാമതാണെന്ന് തോന്നുന്നു, ഒന്നാമത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവൻ അവിടെ ബില്യനേഴ്സിൻ്റെ എണ്ണം ഇന്ത്യയുടെ 1/3 മാത്രമാണ്. മറ്റ് യുക്തീന്ത്യയുടെ കാര്യത്തിലും മറ്റും സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ കാര്യം നാഗേഷ് ഇവിടെ സൂചിപ്പിച്ചു. അവിടെ ബില്യനേഴ്സിൻ്റെ എണ്ണം 1/3 ചുരുക്കി നിയന്ത്രിച്ച് നിർത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം വെൽത്ത് ടാക്സിലൂടെയാണ്. നമുക്കും ഇവിടെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് വരെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നു. 2016 വെൽത്ത് ടാക്സ് എടുത്ത് കളഞ്ഞു. ഫലം, ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ഉള്ള രാജ്യമായി നിൽക്കുന്നു. ഇതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യവും സായിനാഥ് സൂചിപ്പിക്കുന്നു. നമ്മൾ $600 മില്യൺ ഒരു വിവാഹം കണ്ടു, എല്ലാവർക്കും ഓർമ്മ. ഇത് നടന്നത് 2006 മഹാരാഷ്ട്രയിൽ 6 ജില്ലയിൽ മാത്രം 3 ലക്ഷം കുടുംബങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങി കുടുംബനാഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചപ്പോഴാണ്. 3 ലക്ഷം കുടുംബങ്ങളിൽ 6 ജില്ലയിൽ മാത്രം. ഇത് 2006 കണക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സായിനാഥിൻ്റെ റിസർച്ച് നടക്കുന്ന സമയം ഈ പീരീഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് സൂയിസൈഡ് നടന്ന സമയവും അതിനെക്കുറിച്ച് ആഴത്തിൽ റിസർച്ച് ചെയ്തതുമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു സായിനാഥ്. ആ ഡേറ്റയാണ് ഒരു പക്ഷേ ഇപ്പോഴുള്ള ഡേറ്റ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു വ്യത്യാസം. പക്ഷേ ഈ സമയത്തിൽ ഈ വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് രണ്ടും നടന്നത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഇനിയും ഈ വിവാഹം യഥാർത്ഥത്തിൽ എന്താണ് തുടങ്ങിയ മറ്റു കാര്യങ്ങൾ നിങ്ങൾ മീഡിയയിലും മറ്റും വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് വിവാഹമായിരുന്നില്ല, മറിച്ച് ഇറ്റ് വാസ് എ വെൽ കാൽക്കുലേറ്റഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുവഴി അംബാനി നേടിയെടുത്ത ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഞാൻ വീണ്ടും ജസ്റ്റിസ് കഡ്ജുവിലേക്ക് തിരിച്ചു വരുന്നു. ആർട്ടിക്കിൾ 21 സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി പറയുമ്പോൾ സാധുക്കളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, രാജ്യദ്രോഹ കുറ്റവും മറ്റ് കരിനിയമങ്ങളും ഉപയോഗിച്ച് ജയിലിലടയ്ക്കുന്നു. പലപ്പോഴും അവരെ രാജ്യദ്രോഹികളും ഭീകരവാദികളായി മുദ്രകുത്തുന്നു. ഉപജീവന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഗോവധം ആരോപിച്ച് അവരെ തല്ലിക്കൊല്ലുന്നു. ഇത് സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെയാണ്. വേറിട്ടൊരു കണക്ക് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിമെൻ്റാണ് ലളിതകുമാരി കേസ് 2013. ഇതിൽ പറയുന്നത് രാജ്യത്ത് ഒരു വർഷം 60 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നാണ്. 60 ലക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ആലോചിച്ച് നോക്കാം. ഒരു കുടുംബത്തിൽ 5 പേരെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെയും 60 ലക്ഷം അത് ഇൻറ്റു 5 ഏതാണ്ട് 3 കോടി ജനങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ലിബർട്ടി, അവരുടെ ഇക്വാളിറ്റി, അവരുടെ ഫ്രറ്റേണിറ്റി, എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഏതാണ്ട് 3 കോടി ജനങ്ങളെ ഒരു വർഷം
നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാണ്, ലളിതകുമാരി കേസ് 2013. ഇനിയും ഇതുമായിട്ട് ചേർന്നുള്ള എൻ്റെ മറ്റൊരു പഠനം കാണിക്കുന്നത്, ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ 60 ലക്ഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, മറ്റ് 60 ലക്ഷം രജിസ്റ്റർ ചെയ്യാതെ വിട്ടുകളയുന്നുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യമാണ്. ഇത് റൂൾ ഓഫ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. അവിടെ ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 60 ലക്ഷത്തിൽ അതിൻ്റെ 60% കള്ളക്കേസുകളാണ്. പാവങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ഇട്ടപ്പോൾ 6 × 6 ഏതാണ്ട് 36 ലക്ഷം കേസുകൾ ഇന്ത്യയിൽ ഒരു വർഷം കള്ളക്കേസുകളാണ്. ഇത് വളരെ വളരെ ഒരു 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 കൃത്യമായൊരു കണക്കല്ല. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത്. നമ്മുടെ NCRB ഇതിൻ്റെ ഡേറ്റ എടുക്കാൻ അവരുടെ ഇപ്പോഴത്തെ മെത്തഡോളജിയിൽ ഇതിന് യാതൊരു മാർഗവുമില്ല, കോടതികളിൽ യാതൊരു മാർഗവുമില്ല. ഈ പിക്ചർ നമുക്ക് കിട്ടുകയില്ല. ഫോർ എക്സാമ്പിൾ, കോടതിയിൽ ഒരിക്കൽ കേസ് പോയി കഴിഞ്ഞാൽ ഇത് കള്ളക്കേസാണോ അല്ല ശരിയായ കേസാണോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന കേസ്, ഇത് സുപ്രീം കോടതി അവരുടെ റിസർച്ച് സെന്റർ ഉണ്ട്, അതിലൂടെ കിട്ടിയ ഡേറ്റയാണിത്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ മൂല്യം എത്രമാത്രം പ്രയോഗത്തിൽ നടപ്പാക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊരു കണക്ക്, രാജ്യത്തെ ജയിലുകളിൽ നിറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 90% ജാമ്യമെടുക്കാൻ ഭൂമിയില്ലാത്ത ആദിവാസി, ദളിത്, OBC യിലെ പാവപ്പെട്ട ആൾക്കാർ. അതിൽ തന്നെയും ഒരു ക്രീമി ലെയർ ഉണ്ടെന്ന് നമുക്കറിയാം. OBC-യിലും ഈവൻ ദളിതിലും ഒക്കെ ഒരു ക്രീമി ലെയർ ഉണ്ട്. അവർക്ക് പൈസയുണ്ട്, ഭൂമിയുണ്ട്, അവർ കരം കൊടുത്ത രസീത് കൊണ്ടുപോയി ജാമ്യം എടുത്ത് പോരാറുണ്ട്. ആ ജാമ്യം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? സ്ട്രെയിറ്റ് അവേ അവരെ ജയിലിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇന്ത്യൻ ജയിലിൻ്റെ ഇന്നത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് NCRB തരുന്നില്ല. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 90% ഇന്ത്യയിലെ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് ഭൂമിയില്ല. ഇനിയും അതും കൂടാതെ LGBTQ അവർക്കും വീടില്ല, അഡ്രസ്സില്ല, ഭൂമിയില്ല. അവരും ജയിലിലേക്ക് തന്നെയാണ് പോവുക. പല കാര്യങ്ങൾക്കും അവർ ഉപജീവന മാർഗത്തിൽ ഏർപ്പെടുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ കൊണ്ടുപോകാറുണ്ട്. കോടതി അവരെ സ്ട്രെയിറ്റ് ജയിലിലേക്ക് തന്നെയാണ് വിടുക. പിന്നെ മുസ്ലിങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 90% ഇൻമേറ്റ്സ് ഇന്ത്യൻ ജയിലുകളിലേത് ആദിവാസി, ദളിത്, OBC, LGBTQ, മുസ്ലിങ്ങൾ. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കപ്പെടുന്നത്? എന്ത് സാഹോദര്യമാണ്, എന്ത് ലിബർട്ടി, എന്ത് ഫ്രറ്റേണിറ്റിയാണ് ഇവിടെ ഉള്ളത്? ഈ ഡേറ്റകളൊന്നും നമ്മുടെ മീഡിയകൾ നമ്മുടെ മുമ്പിൽ തരില്ല. ഇത് ലഭ്യമല്ലാത്തത് കൊണ്ട് അവ നമ്മെ അലോസരപ്പെടുത്തത്തുമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ജസ്റ്റിസ് കഡ്യൂലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ആർട്ടിക്കിൾ 25 മതവിശ്വാസ സ്വാതന്ത്ര്യം ഉറപ്പു തരുന്നു. എന്നാൽ സംഭവിക്കുന്നത് ഗൗരക്ഷകർ പാവങ്ങളെ തല്ലിക്കൊല്ലുന്നതും ജയ് ശ്രീരാം വിളിക്കാത്ത മുസ്ലിങ്ങളുടെ മേൽ കള്ളക്കേസെടുത്ത് നീണ്ടകാലം ജയിലിലടയ്ക്കുന്നതുമാണ്. ആർട്ടിക്കിൾ 39F, ആർട്ടിക്കിൾ 47 ഇവ രണ്ടും കുട്ടികളുടെ പോഷകാഹാരം ഉറപ്പാക്കി അവരുടെ ശരിയായ വളർച്ച ഉറപ്പു നൽകുന്നു. എന്നാൽ ഇന്ത്യയിലെ പകുതിയിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം മന്ദവളർച്ചയിലെത്തുന്നു. ലോകത്തിലെ തന്നെ ആകെയുള്ളതിൽ 1/3 കുട്ടികൾ പോഷകാഹാരക്കുറവ് കാരണം സ്റ്റണ്ടിങ് നടക്കുന്നത് ഇന്ത്യയിലാണ്. ലോകത്ത് മൊത്തത്തിലുള്ള പിക്ചറിലെ 1/3 ഇന്ത്യയിലാണ് നടക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 27 ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് സർക്കാരിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. എന്നാൽ കോടതികളിലെ നീണ്ട കാലതാമസവും ഏകദേശം 5.5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്ന സമയത്തെ കോടതികളിൽ നിന്നും 80% വരുന്ന താഴെ അറ്റത്തുള്ള ജനങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാനാവില്ല. കോടതികളിലെ പല വ്യവഹാരങ്ങളുമായി പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ രീതികൾ എന്താണ്, കാലതാമസം എന്താണ്. പലപ്പോഴും പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ തുടക്കത്തിൽ 1-2 വർഷം കഴിയുമ്പോൾ കോംപ്രമൈസ് ചെയ്യും. അവിടെയുള്ള വക്കീലന്മാരും ഗുമസ്തന്മാരും
കോടതി തന്നെ നമ്മളെ നിർബന്ധിക്കും. മടുത്തില്ലേ 2 വർഷം കഴിയുമ്പോൾ? അപ്പോൾ മിക്കവാറും ഞാനിപ്പോൾ അടുത്ത സമയത്ത് കോടതികൾ പല കാര്യങ്ങൾക്കായി പോകാറുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് മിക്കവാറും ഒരു 5 കേസ് ദിവസം എല്ലാ ദിവസവും കോംപ്രമൈസ് ആവും. അത് നോക്കുമ്പോൾ ചിലത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ കേസ് ഡൽഹിയിൽ ഒരു 8 വർഷം കഴിഞ്ഞ ഒരു കേസിൽ ഒരു സ്ത്രീ ഹൈക്കോടതിയിൽ, ഇപ്പം ഞാൻ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല, ഞാനിത് പിൻവലിക്കുകയാണ്, ജുഡീഷ്യൽ ഫാറ്റിഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ മതിയാക്കുകയാണ്, എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. 8 വർഷം കൊണ്ട് ഞാൻ കോടതികളുടെ വരാന്തകൾ കയറി ഇറങ്ങി എൻ്റെ ജോലിക്ക് പോകാതെ, കുട്ടികളെ നോക്കാതെ, വീട് നോക്കാതെ ഞാൻ നടക്കുകയാണ്. എനിക്കിനി ഈ നീതി വേണ്ട. എന്നെ സംബന്ധിച്ചും ഞാൻ ഈ കേസുമായി മുമ്പോട്ട് പോയതിന് ശിക്ഷ എനിക്ക് കോടതി തന്നു കഴിഞ്ഞു. ഇവിടെ കോടതി നീതിക്ക് പകരം ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഏതാണ്ട് 5.5 കോടി കേസുകളാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കെട്ടിക്കിടക്കുന്നത്. അതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വരുന്ന തിക്തഫലവുമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം ജസ്റ്റിസ് കഡ്ജു സൂചിപ്പിക്കുന്നത് തന്നെ, പ്രധാനമന്ത്രി 2014 അതായത് നീണ്ട കോൺഗ്രസ് കാലത്തെ ദുഷ്ഭരണം എന്നൊക്കെ ഉള്ള പ്രചരണത്തിൽ അതിൽ നിന്നൊരു മോചനം ഞാൻ അന്ന് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഒരു തവണയെങ്കിലും വേറെ ആർക്കെങ്കിലും ഒന്ന് കൊടുത്ത് ശ്രമിച്ചുകൂടെ എന്നുള്ള ഒരു ചർച്ച കൂടെ പലപ്പോഴും ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിലും മറ്റ് പല വേദികളിലും നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം ഇതായിരുന്നു. ഇത്രയും നാൾ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു മുടിച്ചു, മറ്റൊരാൾക്ക് ഒരു അവസരം കൊടുത്തുകൂടെ? ഇടയ്ക്ക് വാജ്പേയി ഗവൺമെന്റ് വന്നിരുന്നു എന്നുള്ള കാര്യം, അതുപോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ജനതാദൾ ഗവൺമെന്റ് വന്നു എന്നുള്ള കാര്യം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എങ്കിലും ഏതാണ്ട് 80% സമയവും സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ആണ് ഭരിച്ചത്. അവർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടു. ഇനി ഒരു മാറ്റം ഞങ്ങൾ ഗുജറാത്തിൽ ചെയ്തത് കണ്ടില്ലേ? ഗുജറാത്ത് മോഡൽ, ദ ഗ്രേറ്റ് ഗുജറാത്ത് മോഡൽ എന്ന കാര്യം കാണിച്ചുകൊണ്ട് അപ്പോഴേക്കും ഈ നാട് ഗ്രൂപ്പ് വഴി ഇന്ത്യയിലെ മീഡിയയിലെ 90% ഷെയറും RSSും BJP വാങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ വഴിയും മറ്റ് ഇൻ്റലക്ച്വൽ സർക്കിൾസിലെ ചർച്ചകൾ വഴിയും ഒരു മാറ്റം നിങ്ങൾ ഒരു തവണയൊന്ന് തന്നു നോക്കൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാഗ്ദാനം, വർഷം 20 ലക്ഷം തൊഴിലുകൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഡിമോണിറ്റൈസേഷൻ എന്ന ഒറ്റ ഭരണപരിഷ്കാരം 20 ദശലക്ഷം ജോലികൾ ഇല്ലാതാക്കി. ഇന്നത്തെ അവസ്ഥ, പ്രതിവർഷം 12 ലക്ഷം യുവാക്കൾ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിൽ വെറും 50,000, ഏകദേശം 50,000 മാത്രമാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. ബാക്കിയുള്ള ഈ 11.5 ലക്ഷം എവിടെ പോകുന്നു എന്ന് നമ്മുടെ മീഡിയകൾ നമ്മളോട് പറയുന്നുണ്ടോ? ഇല്ല. അവർ പോകുന്നത് പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും പ്രോസ്റ്റിറ്റ്യൂട്ടുകളായും, സ്ട്രീറ്റ് വെൻഡേഴ്സായും, ഹാക്കേഴ്സായും, മറ്റു കുറ്റവാളികളായും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത് അവരുടെ കുറ്റമല്ല, ഈ കാര്യങ്ങളിലേക്ക് പോകുന്ന അവരുടെ കുറ്റമല്ല. ഇവിടെ ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. 12 ലക്ഷം ആൾക്കാർ അഭ്യസ്തവിദ്യരായി, ഇതിൽ കൂടുതലും എഞ്ചിനീയറിങ്ങും മറ്റ് പ്രൊഫഷണൽ ഡിഗ്രിയും കഴിഞ്ഞിട്ടുള്ള വെളിയിൽ വന്നാണ്. അവർക്ക് ജോലി കൊടുക്കാൻ സമൂഹത്തിന് കഴിയുന്നില്ല. വെറും 50,000 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കാണിക്കുക. 50,000 ജോലി കിട്ടിപ്പോകുന്നത്. ബാക്കി 11.5 ലക്ഷം ഒരു വർഷം. അങ്ങനെ കഴിഞ്ഞ 11 വർഷമായി ഇത്തരത്തിൽ സമൂഹ വിരുദ്ധരായി മാറ്റപ്പെടാൻ വിധിക്കപ്പെട്ടവർ എത്രയാണെന്നുള്ള നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മറ്റൊന്ന്, നമ്മുടെ സ്ത്രീകളിൽ 50% സ്വാതന്ത്ര്യം കിട്ടിയ 77 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം, 78 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. നമ്മുടെ സ്ത്രീകളിൽ 57% അനീമിക്കാണ്. അവിടെ സ്ഥിതിയാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം, ഇത് സായിനാഥിൻ്റെ കണക്കാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം, ഇൻഇക്വാളിറ്റി, വൺ ഓഫ് ദ വാല്യൂസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് 1947 മുൻപുണ്ടായിരുന്നതിന് തുല്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ എന്ത് മാറ്റമാണ്?
ഇങ്ങനെ എല്ലാവിധത്തിലും നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വെച്ച ഒരു മൂല്യങ്ങൾ പോലും നടപ്പാക്കപ്പെടാതെ നാം ഈ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ 75 വർഷങ്ങളായി നമ്മുടെ നിത്യജീവിതത്തിൽ നികത്തപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യമാണ് ഇതിന് കാരണം. വലിയൊരു കോൺട്രഡിക്ഷനിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു 50 റിപ്പബ്ലിക് അതിന് ശേഷം. എന്താണ് ഈ വൈരുദ്ധ്യം? ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. അന്നത്തെ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ഇന്ത്യൻ ഭരണഘടന. ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് നിലവിലാകാൻ സാധ്യതയില്ലാത്ത ഒരെണ്ണമായിരുന്നു. എങ്കിലും അത് നടന്നു. ആ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. ഇതൊരു വശയ്ക്ക് നിലനിൽക്കുകയാണ്. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിലോ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. ഒരു മോഡേൺ ആശയവും ഒരു പ്രിമിറ്റീവായ അല്ലെങ്കിൽ നോൺ മോഡേൺ ആയിട്ടുള്ള ഒരു ജീവിത രീതിയും തമ്മിൽ കലഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 77 വർഷം മുമ്പോട്ട് പോയത്. അല്ലെങ്കിൽ കഴിഞ്ഞ 75 വർഷം നമ്മുടെ റിപ്പബ്ലിക് അതിനുശേഷം ഭരണഘടന 50 വന്നു, 75 വർഷമായി. ഈ 75 വർഷം നമ്മൾ ജീവിച്ചു പോയത് എങ്ങനെയാണ്? ഈ കോൺഫ്ലിക്റ്റാണ്. നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേരിടൽ, പിന്നീട് അത് ക്രിസ്ത്യ സമൂഹമാണെങ്കിൽ മാമോദിസ മുക്കുക, തുടർന്ന് അങ്ങോട്ട് വിവാഹം, മരണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും മതപരമായ ചടങ്ങുകളാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഒരു വഴിക്ക് മതപരമായ ഒരു ജീവിത അവസ്ഥയിൽ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, ആബ്സല്യൂട്ട്ലി നത്തിങ്. മറുവഴിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം വെച്ച് പൂജിക്കപ്പെടുന്നു. ആ സാധനം കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ ഗുണവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് ജസ്റ്റിസ് കഡ്യു സൂചിപ്പിച്ചത്. ഈ ഒരു വൈരുദ്ധ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ഇവിടെ ഈ ജംഗ്ഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ ഉണ്ടാക്കപ്പെട്ട് നിലനിൽക്കുന്നു. ശരിയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും, നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും അതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. നിങ്ങൾ യോജിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ ദൈനംദിന ജീവിതം എന്താണ്? എന്നാൽ കഴിഞ്ഞ 75 വർഷത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ എന്താണ് വിഭാവന ചെയ്യപ്പെട്ടത്? ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. സുപ്രീം കോടതിയാണ് ആക്ച്വലി എ സൈറ്റ് ഓഫ് സ്ട്രഗിളായി ഇവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ ഭരണഘടന മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സുപ്രീം കോടതി അതിന് ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ അകത്തുള്ള അവിടുത്തെ 34 ജഡ്ജിമാരിൽ ഇടയിൽ നടക്കുന്ന മത്സരങ്ങളും കലഹങ്ങളും അവരുടെ മേലെയുള്ള സമ്മർദ്ദങ്ങളും നമ്മൾ കാണാതിരുന്നുകൂടാ. നമുക്കറിയാം, ജസ്റ്റിസ് ചേലമേശ്വറിൻ്റെയും നേതൃത്വത്തിൽ 2022 എൻ്റെ ഓർമ്മ ശരിയല്ലേ, നമ്മുടെ ജഡ്ജിമാർ ഒരു റിവോൾട്ട് നടത്തിയിരുന്നു.
അതെ, അവരുടെ മേലെയുള്ള പ്രഷർ എക്സിക്യൂട്ടീവിൻ്റെ അത്രമാത്രം കൂടുതലാണ്. ഭരണഘടനാ നൈതികത നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇത് ചെയ്യൂ, അത് ചെയ്യൂ, മറ്റേത് ചെയ്യൂ തുടങ്ങിയുള്ള പ്രഷർ അദൃശ്യകരങ്ങളിലൂടെ വരികയാണ് എക്സിക്യൂട്ടീവിൽ നിന്നും, ഗവൺമെന്റിൽ നിന്നും. അത് ചെയ്യാൻ കഴിയാതെ അത് വളരെ വളരെ കൂടിയപ്പോൾ അത് ഏത് വിഷയത്തിലാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മഹാരാഷ്ട്രയിലെ ആ ജഡ്ജിയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. ആ ജഡ്ജിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അമിത്ഷാ നേരിട്ട് പ്രതിയായിരുന്ന ഒരു കേസിലെ ജസ്റ്റിസ് ലോയ വധ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ ഒരു രാത്രിയിൽ അവർ പ്രസ് കോൺഫറൻസ് നടത്തുകയും റിവോൾട്ട് ചെയ്യുകയും ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് മിശ്രയായിരുന്നു ആണെന്ന് തോന്നുന്നു. അദ്ദേഹം കൊളീജിയത്തിൻ്റെ അവിടെ ഒരു കൊളീജിയമുണ്ട്, 5 അവരുടെ പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 5 ജഡ്ജിമാരാണ് ഡെയിലിയുള്ള അവരുടെ ചാർട്ടർ ഓഫ് ഡ്യൂട്ടീസ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും അവരുമായിട്ടൊന്നും തന്നെ പരിഗണിക്കാതെ തനിയെ ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഡിക്റ്റേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു റിവോൾട്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. എന്താണ് നടത്തിയത്? ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു അത്. ഇത് നമ്മുടെ മറ്റൊരു വിഷയത്തിലേക്ക് പോകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ സാധാരണ ജനജീവിതവുമായി എങ്ങനെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എത്രമാത്രം പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ നൈതികത ശരിക്കും നടപ്പാക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവിടെ അത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭരണഘടനാപരമായി രാജ്യത്തെ നിയമവ്യവസ്ഥയും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഭരണഘടനാ നൈതികതയുടെ അടിത്തറയിൽ നിലനിൽക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് നമ്മൾ പറയും. എന്നാൽ സമാന്തരമായി നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രധാന തിരിവുകളിലും നാം മതപരമായ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് പിടിവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു പോരുന്നു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 75 വർഷമായി, അതിൻ്റേതായിട്ടുള്ള ഒരു നൈതികതയുണ്ട്. അതൊരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ അതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിക്കാതെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതം, ദൈനംദിന ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നടക്കുന്ന അനീതി അല്ലെങ്കിൽ നിയമവിരുദ്ധത അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിയപ്പോൾ 4 ജഡ്ജിമാർ ചേർന്ന്, ജസ്റ്റിസ് ചേലമേശ്വരം മറ്റും ചേർന്ന് നടത്തിയ ഒരു റിവോൾട്ടായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അവർക്ക് രക്ഷയില്ല. അതായത് ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് വിത്തിൻ ദ സുപ്രീം കോർട്ട്. എക്സിക്യൂട്ടീവ് അതിൻ്റെ മേലെ എപ്പോഴും പ്രഷർ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ആ പ്രഷറിനെ മറികടക്കാൻ വേണ്ടി പലപ്പോഴും ജുഡീഷ്യറി പല ശ്രമങ്ങളും നടത്താറുണ്ട്. അങ്ങനെയുള്ളൊരു ശ്രമമായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അതായത് നിങ്ങളുടെ അതിര് കടന്ന് ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയായിരുന്നു ആ പ്രസ് കോൺഫറൻസ്. അത് ഏത് വിഷയത്തിൽ? ജസ്റ്റിസ് ലോയയുടെ മരണവുമായി, കൊലപാതകവും എന്ന് വേറെ വിശേഷിപ്പിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. അതായത് അമിത്ഷാ പ്രതിയായിരുന്ന കേസിൽ ഉള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭരണഘടനാ നൈതികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഈ നൈതികത ഉപയോഗിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ധാർമ്മികതയും നൈതികതയും പരസ്പരം പൂരകങ്ങളായി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ധാർമ്മികത എന്ന വാക്ക് ഒരു റിലീജിയസ് കനോട്ടേഷൻ അത് ക്യാരി ചെയ്യുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് ഒരു ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ, 75 വർഷം പിന്നിട്ട് നിൽക്കുന്ന ഒരു ആധുനിക രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് കൃത്യമായ വൊക്കാബുലറിയും വേണ്ടിയിരിക്കുന്നു. ഇവിടെ ധാർമ്മികത ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ 90% ജനങ്ങൾ ധാർമ്മികത കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു റിലീജിയസ് കനോട്ടേഷനാണ്. അതുകൊണ്ട്
ആ റിലീജിയസ് കനോട്ടേഷൻ ഇല്ലാതെ ഒരു ആധുനിക മോഡേൺ കൺസെപ്റ്റ്, മോഡേൺ മീനിങ് അതിന് കിട്ടുന്നതിന് വേണ്ടി നൈതികതയെ ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭരണഘടനാ നൈതികത നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും അന്യമാക്കി നിലനിന്നിരുന്നത് കൊണ്ടാണ്, അഥവാ നിലനിർത്തിയിരുന്നത് കൊണ്ടാണ് നാം ഈ അവസ്ഥയിലെത്തിയത് എന്ന് കാണാം. പാശ്ചാത്യ നാടുകളിലെ പോലെ പ്രോഗ്രസീവായ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റ് ഓഫ് ഹ്യൂമനൈസേഷൻ, സെക്കുലറൈസേഷൻ ആൻഡ് റാഷണലൈസേഷൻ ഇവിടെ നടപ്പാക്കപ്പെടാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 75 വർഷത്തിന് ശേഷവും നമ്മുടെ ഭരണഘടന ഒരു വഴിക്ക് നിൽക്കുകയും അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും നടപ്പാക്കപ്പെടാതെ ഒരു വലിയ അകൽച്ച നിൽക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അഥവാ ഭരണഘടനാ നൈതികത? ഇതിനെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തീർച്ചയായും നമ്മൾ സാധാരണ ഇന്ത്യയിൽ മൊറാലിറ്റി എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു അർത്ഥത്തിൽ നിന്നും അപ്പുറത്താണത്. അതിന് വ്യത്യസ്തമായ ചരിത്രപരമായ മാനങ്ങളുണ്ട്. അതിനെ ഒറ്റ വാക്കിൽ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇത് പൂർണ്ണമായാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും അതിൽ നിന്ന് സ്ലൈറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥകൽപ്പന അതിന് കൊടുക്കാവുന്നതാണ്. ഒറ്റ വാക്കിൽ ഭരണഘടന മുൻപോട്ട് വെച്ച മൂല്യങ്ങളുടെ, നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി. ഇപ്പോൾ ഭരണഘടന മുൻപോട്ട് വെച്ച മൂല്യങ്ങളുടെ അടിത്തറയായുള്ള തത്വങ്ങളുടെ, ആശയങ്ങളുടെ ആകത്തുകയാണ് ഭരണഘടനാ നൈതികത. ഈ ആശയങ്ങളുടെ ആകത്തുകയാണ്. ഈ തത്വങ്ങളും ആശയങ്ങളും പാശ്ചാത്യ നാടുകളിൽ ജ്ഞാനോദയത്തിന് ശേഷം ഏകദേശം 100-200 വർഷങ്ങൾ കൊണ്ട് ഉരുത്തിരിഞ്ഞതാണ്. മനുഷ്യബന്ധങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിലെ നാനാവിധ പരസ്പര വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്ന മഹത്തായ പ്രോജക്റ്റായിരുന്നു ജ്ഞാനോദയം നടത്തിയത്. ജ്ഞാനോദയം ഒരു ചെറിയ, അത് എൻലൈറ്റൻമെൻറ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ നടത്തിയത് ചെറിയ ഇൻ്റർവെൻഷൻ ആയിരുന്നില്ല. അത് മനുഷ്യബന്ധങ്ങളെയും അവരുടെ ദൈനംദിന ജീവിതത്തിലെ നാനാവിധ പരസ്പര വ്യവഹാരങ്ങളെയും യുക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അവിടെ 2 പ്രധാന ഘടകങ്ങൾ വരുന്നു. 1 യുക്തി, 2 സ്വാതന്ത്ര്യം. ഭരണഘടനാ നൈതികത ഒരു വൻ പദ്ധതിയായി സമൂഹത്തിൻ്റെ മാനവീകരണത്തെയും റാഷണലൈസേഷനെയും സെക്കുലറൈസേഷനെയും മുൻപിൽ വയ്ക്കുന്നു. അപ്പോൾ ഈ ഭരണഘടനാ നൈതികത 3 പ്രധാന കാര്യങ്ങളെ മുൻപിൽ വയ്ക്കുന്നു. 1 സമൂഹത്തിൻ്റെ മാനവീകരണം, അതിൻ്റെ റാഷണലൈസേഷൻ, അതിൻ്റെ സെക്കുലറൈസേഷൻ. ഈ 3 ഫാക്ടേഴ്സ്, ഘടകങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. അത് മനുഷ്യ ജീവിതത്തിൽ ഇന്നിൻ്റെ ഇവിടെയുടെ നൈതികതയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഇവിടെ നമ്മൾ അനുഭവിക്കേണ്ടുന്ന നൈതികതയാണ് ഭരണഘടനാ നൈതികത. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സംഭാഷണത്തിലുടനീളം ഞാൻ നൈതികതയും ധാർമ്മികതയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇടയ്ക്ക് ധാർമ്മികത ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നൈതികത തന്നെയാണ്. ഇതിന് നമ്മുടെ ശബ്ദധാരാവലി പോലും നൈതികതയ്ക്ക് കൃത്യമായ ഒരർത്ഥം തരുന്നില്ല. നീതിയുണ്ട്, പക്ഷേ നൈതികതയില്ല. നീതി എന്ന വാക്കതിലുണ്ട്, നൈതികതയിൽ ഞാനത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുമ്പോൾ നോക്കുമ്പോൾ അതിൽ കിട്ടുന്നില്ല നൈതികത എന്ന വാക്കിൻ്റെ. ചർച്ച ഒരു പക്ഷേ അങ്ങനെ ഒരു അർത്ഥവും നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് പുതിയ അർത്ഥങ്ങൾ വേണം. നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ചരിത്രഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പല വാക്കുകൾ, കാരണം ഭാഷ ഒരു വലിയ പ്രശ്നമാണ്, പല വാക്കുകൾക്കും പുതിയ അർത്ഥമാനങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണഘടന ധാർമ്മികത എന്ന വാക്കിന് പകരം ഞാൻ ഈ വിഷയത്തിൻ്റെ പേര് നൈതികത എന്ന് ഇട്ടത് തന്നെ ബോധപൂർവം ഒരു ചിന്തയെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഒന്ന് ചൊറിഞ്ഞു നോക്കലാണ്. നമുക്കറിയാം, ഏതാണ്ട് 8000-ലധികം വർഷങ്ങളിലെ മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു നവോത്ഥാനം. 1350 മുതൽ 1600 വരെ പാശ്ചാത്യ നാടുകളിൽ നടന്ന
മാറ്റങ്ങളുടെ ഒരു ആകത്തുകയായി നമുക്കിതിനെ കാണാം. പ്രത്യേകിച്ചും 14-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇറ്റലിയിൽ ആരംഭിച്ച അത് മനുഷ്യന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് അടിസ്ഥാന കാരണമായി. അന്നുവരെ മതധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയ മനുഷ്യജീവിതത്തിന് അസഹനീയമാം വിധം വലിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. ബഹുഭൂരിപക്ഷം ജനങ്ങളും നിത്യജീവിതത്തിൽ കഷ്ടത കൊണ്ട് ഞെരിപിരിക്കൊള്ളുമ്പോൾ രാജാവും പാപ്പസിയും, ക്ലർജിയാണ് ഉദ്ദേശിക്കുന്നത്, പോപ്പ് ക്ലർജിയും സുഖലോലുപതയിൽ മുഴുകി ജീവിതം ആഘോഷിച്ചിരുന്നു. ഈ സിറ്റുവേഷൻ ദിസ് നെസസിറ്റേറ്റഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും ഒരു പൊളിച്ചെടുത്ത് ഇത് ആവശ്യപ്പെട്ടു. കാരണം എന്ത് തോന്നിയവാസമാണ് നടന്നുകൊണ്ടിരുന്നത്. ജനങ്ങൾ, കർഷകർ നരകജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രാജാവും പാപ്പസിയും എന്താണ്, അവര് സുഖലോലുപതയിൽ ഇങ്ങനെ ആറാടുകയാണ്. അതിനേക്കാൾ കൂടുതലുള്ള ഒരു 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 എന്താണ് പറയാ, നീതി നിഷേധമില്ല. ആ സമയത്താണ് നമുക്ക് റിനേസൻസ് ശരിക്കും ഉണ്ടാവുന്നത്. ഇറ്റലിയിലാണ് തുടങ്ങിയത്. ഇറ്റലിയിൽ നടക്കാനുള്ളതിൻ്റെ കാരണം നമുക്കറിയാം. അപ്പോഴേ ഇറ്റലിയിലെ കച്ചവടക്കാർ അതിനു മുമ്പ് തന്നെ 10-ാം നൂറ്റാണ്ടോട് പാക്കപ്പൽ കണ്ടെത്തിയിരുന്നു. ലോകത്താകമാനം യാത്ര ചെയ്ത് അവിടെയുള്ള എല്ലാ അറിവുകളുടെയും മൂല്യങ്ങളുടെയും ഒരു സഞ്ചിത രൂപം ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പം ഈ അറിവുകളും മൂല്യങ്ങളുമാണ് ശരിക്കും ഇറ്റലിയിലെ ഇങ്ങനെയൊരു നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടാവാൻ കാരണം. 1350-നും 1500-നും ഇടയിൽ ഇറ്റലി വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം ലോകത്തുള്ള അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത മൂല്യങ്ങളുടെയും അറിവുകളുടെയും സഞ്ചിതമായ അതിൻ്റെ ടോട്ടാലിറ്റി അവിടെ എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമാണ് ആ സമൂഹത്തിൽ ഒരു നവോത്ഥാനം മൂവ്മെന്റ് ഉണ്ടാവാനുള്ളതിൻ്റെ കാരണം. അതുകൊണ്ടാണ് അവിടുത്തെ ചിത്രകലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും എല്ലാം ഈ നവോത്ഥാന മൂല്യങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് നവോത്ഥാനം ഒരു വലിയ മൂവ്മെന്റായി ഒരു മൂവ്മെന്റായി ഇറ്റലിയിൽ ഈ കാലഘട്ടത്തിൽ 1350 മുതൽ ഏതാണ്ട് 1500 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ചയായി റോമിൽ പോലും പാപ്പസിക്ക് പല കാര്യങ്ങളും മാറ്റം വരുത്തേണ്ടി വന്നു. ഈവൻ വിത്തിൻ ദ ചർച്ച് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പല ആശയങ്ങളും അവർക്ക് നടപ്പാക്കേണ്ടി വന്നു. കാരണം പ്രഷറുണ്ട് താഴെ നിന്ന്, നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇത്തരം ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പാപ്പസിയും സുഖലോലുപതയിൽ മുഴുകി ജീവിതം ആഘോഷിച്ചിരുന്നു. ദിസ് നെസസിറ്റേറ്റഡ് എ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് സൊസൈറ്റി. ഇതേ തുടർന്ന് മറ്റെല്ലാ മേഖലകളോടൊപ്പം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വൻതോതിൽ വളർന്നു. ഈ കുത്തൊഴുക്കിലായിരുന്നു കോപ്പർനിക്കൻ റെവല്യൂഷൻ ഉണ്ടാവുന്നത്. ഒപ്പം ഗലീലിയോയുടെ ടെലസ്കോപ്പ് നിർമ്മാണവും. ടെലസ്കോപ്പിലൂടെ ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥ നിരീക്ഷണം, ഭൂമി കേന്ദ്രമായ പ്രപഞ്ചം എന്ന മതകൽപ്പന പാടെ തകർന്നു വീണു. 1600-ൽ ഗലീലിയോയുടെ ടെലസ്കോപ്പിലൂടെ പ്രപഞ്ചത്തെ വീക്ഷിച്ചു കഴിഞ്ഞ ജനങ്ങൾ ഇനിയും പാപ്പസി പറഞ്ഞിരുന്ന, ക്രിസ്തുമതം പറഞ്ഞിരുന്ന ഒരു പ്രപഞ്ച കൽപ്പന, ഭൂമി കേന്ദ്രം, ദൈവം മുകളിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വിശ്വസിക്കില്ല. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു ആർക്കിടെക്ചർ, ആ കൺസെപ്റ്റ് തകർന്നു വീണു ടെലസ്കോപ്പ് ഉണ്ടായപ്പോൾ തന്നെ. തുടർന്ന് അങ്ങോട്ട് ജ്ഞാനോദയത്തിന്റെ കാലം 1600 മുതൽ 1700 വരെ പൊതുവായി എഗ്രി ചെയ്യുന്നത്. അത് 1800 വരെ ഉണ്ടെന്ന് മറ്റു ചില ചിന്തകർ പറയുന്നു. എങ്കിലും നമുക്ക് പൊതുവേ ഉള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു യുക്തിക്ക് നിരക്കുന്നത് 1600 മുതൽ 1700 വരെ ജ്ഞാനോദയത്തിന്റെ എൻലൈറ്റൻമെന്റിന്റെ കാലമായിരുന്നു. ഇവിടെ നടന്ന വലിയ മാറ്റം
ഇനി ഏതൊരു ചരിത്രഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ശാസ്ത്രത്തിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രത്യേക മൊമെന്റിൽ നമുക്കുള്ള അറിവ് അല്ലെങ്കിൽ നമുക്കുള്ള സയൻസ് എന്ന് പറയുന്നത് ആ തൊട്ടു പിന്നിലുള്ള അറിവും അതിൻ്റെ പുറകോട്ട് ഉണ്ടാക്കപ്പെട്ടുള്ള അറിവുകളുടെ എല്ലാം സഞ്ചിതമായ അറിവാണ്. ടോട്ടാലിറ്റി, ആ ടോട്ടാലിറ്റി ഓഫ് നോളജ് ആണ് ശരിക്കും ആ പീരീഡിൽ. സമയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടി. ഞാൻ ഇതിൻ്റെ എനിക്ക് കൺസെപ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ പറഞ്ഞു പോകാതെ വയ്യ. ഇവിടെ ഈ കാലത്തെ പ്രതിനിധീകരിച്ച ഒരു സയന്റിഫിക് സിവിലൈസേഷൻ ഉണ്ടായപ്പോൾ, ചരിത്രത്തിൽ ഉണ്ടായപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച ഒരു പ്രധാന കാര്യമാണ് ലെബനിസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ. അതാകട്ടെ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യരാശിക്കുണ്ടായിരുന്ന ഭാഷ പോരാ, ഇനി നമുക്കൊരു പുതിയ ഭാഷ വേണം. ആ പുതിയ ഭാഷ മുൻപ്, അതായത് ഗലീലിയോയുടെ ടെലസ്കോപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണയും അതിനുശേഷമുള്ള ധാരണയും കംപ്ലീറ്റ്ലി മാറി. ആളുകൾക്ക് മതത്തിൽ വിശ്വാസമില്ലാതായി, മതം പറഞ്ഞിരുന്ന ദൈവകൽപ്പനയിൽ വിശ്വാസമില്ലാതായി. ആ സമയത്തുണ്ടായ ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക്. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ചവിട്ടി നിന്ന മണ്ണ് ഒലിച്ചുപോയി. ഇനി എവിടെ ചവിട്ടി നിൽക്കും എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ആളുകളുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് മെറ്റാഫിസിക്സും സയൻസും എല്ലാം കൂടെ ഒന്നിച്ചു പോകുന്നതിനുള്ള ഒരു പുതിയ ഭാഷ, റാഷണാലിറ്റി എന്ന് പറയാം. നമ്മൾ ഇന്ന് വളരെ വേഗത്തിൽ മനസ്സിലാവും. യുക്തിചിന്ത എന്ന ഒറ്റവാക്കുകൊണ്ട് നമ്മൾ പറയുന്നുവെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തി ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ലെബനിസിൻ്റെ ആ കണ്ടെത്തലും ആ റിസർച്ചും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കണ്ടെത്തിയ ഒരു ഭാഷയായിരുന്നു റാഷണാലിറ്റി. അതാണ് പിന്നീട് അങ്ങോട്ട് മനുഷ്യനെ നയിച്ചത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അല്പം വേഗത്തിലേക്ക് പോകുന്നു. ഇന്നും ഇന്ത്യയിൽ പലർക്കും ഈ ഭാഷ, അതായത് റാഷണാലിറ്റി എന്ന് പറയുന്ന ഭാഷ ലഭ്യമല്ല. ഇവിടെ കൂടിയിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അത് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ജ്ഞാനോദയത്തിന് മുമ്പ്, അതായത് എൻലൈറ്റൻമെന്റ് മുമ്പ് ഏതാണ്ട് വിശ്വസനീയമായ ഒരു പ്രപഞ്ച വീക്ഷണവും ജീവിത വീക്ഷണവും നൽകിക്കൊണ്ട് അതുവരെ ജനങ്ങളുടെ ജീവിതത്തിൽ മതങ്ങളായിരുന്നു എല്ലാം. പക്ഷെ പെട്ടെന്ന് ജ്ഞാനോദയത്തിന് ശേഷം അത് മാറി. ഒരു വലിയ ചോദ്യചിഹ്നം മതങ്ങളുടെ മേലെ ഉണ്ടായി. അങ്ങനെ പുതിയ മൂല്യങ്ങളുടെ ആവശ്യം വന്നു. ഈ പുതിയ മൂല്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയായി ഇവോൾവ് ചെയ്തു വന്നത്. അതിൻ്റെ മൈന്യൂട്ട് എലമെൻസിലേക്ക് പോകുന്ന സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ശരിക്കും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഇന്നിൻ്റെ ഇവിടെയുടെ മൊറാലിറ്റിയാണ്. അവിടെ യാതൊരു ദൈവവുമില്ല, മറിച്ച് എന്തായിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടുന്ന മൂല്യങ്ങൾ എന്ന ഒരു ശാസ്ത്രീയ യുക്തിപരമായ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയായി ഇവോൾവ് ചെയ്ത് വരികയും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയെ നയിക്കുന്ന ആ ഒരു ജൈവ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി തീർച്ചയായും മതപരമായ ഒരു റിലീജിയസ് മൊറാലിറ്റിയുടെ നേരെ വിപരീതമായി നിൽക്കുന്നതാണ്. ഈ ട്രാൻസിഷൻ ഇന്ത്യക്ക് 75 വർഷത്തിനകത്ത് ഒരു റിലീജിയസ് മൊറാലിറ്റിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലേക്കുള്ള ട്രാൻസിഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം. നമുക്കത് കഴിയുമോ ഇല്ലയോ എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഈ 75 വർഷത്തിൽ നേരത്തെ ജസ്റ്റിസ് മാർക്കണ്ഡേയ സായിനാഥും മറ്റും നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ച അല്ലെങ്കിൽ വെച്ചിരുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ എന്തുകൊണ്ട് നിൽക്കുന്നു? അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലേക്കുള്ള ട്രാൻസിഷന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ റിലീജിയസ് മൊറാലിറ്റിയിൽ തന്നെ കടിച്ചു തൂങ്ങിക്കൊണ്ട് കിടക്കുന്നു. അതിൽ നിന്ന് വിട്ടുമാറാൻ നമുക്ക് കഴിയുന്നേയില്ല. നമ്മുടെ എല്ലാ ഫംഗ്ഷനും, അതുകൊണ്ടാണ് എല്ലാ ഫംഗ്ഷനും വിളക്ക് കുത്തിക്കൊണ്ടും തുടങ്ങുന്നതും എല്ലാ കാര്യങ്ങളും നാഗേഷ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഇതൊരു വലിയ പ്രശ്നമാണ്. സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇതിൽ നിന്നും അതായത് എന്താ മതധാർമ്മികത ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള കാര്യം സ്കിപ്പ് ചെയ്യുന്നു. ഒരു പ്രധാന കാര്യം ആധുനികതയിൽ, അതായത് നവോത്ഥാനവും ജ്ഞാനോദയവും കഴിഞ്ഞ് ആധുനികതയിൽ വന്നു നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ആധുനികത തന്ന സംഭാവനകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സംഭാവന
ഇന്ന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിമർശനപരമായി ചിന്തിക്കേണ്ടതാണ്. ആധുനികത മുമ്പോട്ട് വെച്ച പാശ്ചാത്യ നാടുകൾക്ക് ഒരു വലിയ അളവ് വരെ സ്വായത്തമാക്കാൻ കഴിഞ്ഞ ആ മൂല്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നു. ഒന്നത് പാർശ്വവൽകൃതർക്ക് പ്രധാന കാരണം ആധുനികത വരുന്നതിന് മുൻപ് ഉള്ള പ്രധാന പ്രശ്നം മതധാർമ്മികതയുടെ പ്രശ്നം അതുണ്ടാക്കിയ പാർശ്വവൽക്കരണമായിരുന്നു. ഞാൻ നേരത്തെ പാപ്പസിയുടെ കാര്യം സൂചിപ്പിച്ചു. അതായത് രാജാവും പാപ്പസിയും സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുമ്പോൾ ജനങ്ങൾ പട്ടിണിയിലും കൃഷിക്കാരും ജനങ്ങളും പട്ടിണിയിൽ ജീവിക്കുന്നു. അവർക്ക് യാതൊരു വിധമായ അധികാരങ്ങളുമില്ലാതെ പട്ടിണിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് മാറി ആധുനികത വന്നപ്പോൾ പാർശ്വവൽകൃതർക്ക് സംസാരിക്കാൻ അവസരവും നാവും നൽകി. വൈരൂപ്യത്തിൻ്റെ സൗന്ദര്യവും സൗന്ദര്യത്തിൻ്റെ വൈരൂപ്യവും മനുഷ്യൻ കണ്ടു. സമത്വം, സാഹോദര്യം, നീതി, സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങൾ മനുഷ്യന് വലിയ പ്രതീക്ഷയും ഉത്സാഹവും ഉണർവും നൽകി. അപരത്വത്തെ തഴഞ്ഞുകൊണ്ട് എല്ലാവരെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ, ടു ബി ഇൻക്ലൂസീവ് പഠിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള പാർശ്വവൽക്കരണങ്ങളും എതിർക്കപ്പെടേണ്ടതാണെന്നും അതിന് കഴിയും എന്നും ഉള്ള ആത്മവിശ്വാസം മാർജിൻസിന് ലഭിച്ചു. അധികാരത്തിനോട് സത്യം വിളിച്ചു പറഞ്ഞ് വിലപേശാനുള്ള ധൈര്യവും തൻ്റെ ഇടവും മാർജിൻസിന് ലഭിച്ചു. ശാസ്ത്രീയ സ്വതന്ത്ര ചിന്താ പദ്ധതികളും രീതിയും സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. മധ്യകാലത്ത് വരെ നിലനിന്നിരുന്ന പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പുതിയ ബോധ്യങ്ങൾക്കും ജീവിത വീക്ഷണങ്ങൾക്കും ചിന്താരീതികൾക്കും വഴിമാറിക്കൊടുത്തു. വിമർശനാത്മകമായ ചിന്ത ഒരു ജീവിത രീതിയായി മാറി. ക്രിട്ടിക്കൽ തിങ്കിങ് അവനവനെ തന്നെയും സ്വന്തം ജീവിത പരിസരത്തെയും നിരന്തരം പുതുക്കിപ്പണിഞ്ഞുകൊണ്ട് പരിമിതികൾ മറികടന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നിരന്തരം സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. റാഷണാലിറ്റി ഒരു ജീവിത രീതിയായി, ഭാഷയായി ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിച്ച് സമൂഹത്തിനെ മാനവികവും മതനിരപേക്ഷവും യുക്തിപൂർവവും ആക്കി. മനുഷ്യാവകാശങ്ങൾ തിരിച്ചറിയുകയും ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിലൂടെ ഭരിക്കുന്നവർ ഭരിക്കപ്പെടുന്നവരോട് അക്കൗണ്ടബിൾ ആക്കി മാറ്റി ആധുനികത. എനിക്കിവിടെ നിർത്തേണ്ടതുണ്ട്, സമയത്തിൻ്റെ പരിമിതി കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരു പ്രധാന കാര്യം, ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ 75 വർഷം ഒരു ഭരണഘടനാ നൈതികതയിലേക്ക് മാറാൻ ആ ഒരു ട്രാൻസിഷൻ ഇന്ത്യയിൽ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് കഴിയാതിരുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ മാധ്യമരംഗത്തും ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് രംഗത്തും ഇന്ത്യൻ ജുഡീഷ്യറിയിലും ഒരു ഒലിഗാർക്കി, ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. അവരുടെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം. അവരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ഒലിഗാർക്കി നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്ക് ഭരണഘടനാ നൈതികത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക വലിയ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ ചെയ്യാം, അതിനുള്ള കർമ്മപരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ക്ഷമയോട് കേട്ടിരുന്നതിന് നന്ദി. പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നു. മറ്റുള്ളവർക്കും സംസാരിക്കണം. ഓക്കെ, താങ്ക് യു.